പശ്ചിമേഷ്യൻ യുദ്ധം 11 ദിവസം പിന്നിട്ടു. അത്രയും ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്ന പരമാവധി നാശമുണ്ടാക്കി, ജീവനുകളെടുത്തു. താമസിയാതെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന സൂചന ട്രംപ് ഇതിനകം നൽകിയെങ്കിലും ഒട്ടും ശുഭകരമല്ല മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും ലോകവിപണിയെ പിടിച്ചുലയ്ക്കുകയാണ്. ഇതാ നമ്മുടെ കേരളത്തിൽ പോലും LPG ക്ഷാമം കൊണ്ട് ഹോട്ടലുകൾ പൂട്ടാൻ പോകുന്നു. മുൻകൂട്ടി ക്രമീകരിച്ച ചടങ്ങുകൾ മുടങ്ങാൻ പോകുന്നു. മനുഷ്യർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്നും ആളുകളിൽ വെറുതെ ഇങ്ങനെ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതാണ് യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം. അതിനെ പ്രതിരോധിക്കാൻ നമ്മളും തയ്യാറാകുക, നമ്മൾ കരുതലോടെ ഇരിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ ഇത് സാധ്യതയുണ്ട് ഇതെല്ലാം എന്നതുകൊണ്ടാണ് ആ നിലയ്ക്ക് പറയുന്നത്. എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ദേശങ്ങളിൽ നിന്ന് വിദൂര പ്രദേശങ്ങളിൽ പോലും ദുരിതവും പ്രയാസവും വിഷമവും വിതയ്ക്കും. യുദ്ധത്തിൽ നല്ലതായി ഒന്നുമില്ല. ദേശാന്തരങ്ങൾക്കപ്പുറവും അത് മനുഷ്യകുലത്തെ ആകെ പിന്നോട്ടടിക്കുക മാത്രം ചെയ്യുന്നു. അതിലൊരാളും ജയിക്കുന്നുമില്ല.